പടച്ചവനെ റബ്ബെ പ്ലീസ് മാറ്റിത്ത, നീ അല്ലാതെ ആരുമില്ല, അല്ലാ മാറ്റിത്ത പടച്ചവനെ, അല്ലാ 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 എന്ന് ഉറക്ക വിളിക്കി ഉറക്ക ഒന്ന് വിളിച്ചു നോക്ക്. അല്ലാ രാത്രി എഴുന്നേറ്റ് من كان له هم أو غم أو سقم أو شدة فليكثر الله الله ربي لا أشرك به شيئا. നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടോ, വേദനകളുണ്ടോ, വേദകളുണ്ടോ, രോദനങ്ങളുണ്ടോ, ദുഃഖങ്ങളുണ്ടോ, കലശലായി നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളുണ്ടോ, മാറാവ്യാധികൾ നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ, ആദരവായ റസൂലുള്ളാഹ് കൺമണി മുത്ത് മുഹമ്മദ് മുസ്തഫ നമ്മളോട് പറഞ്ഞു, ഫൽയുക്സിർ നിങ്ങൾ അധികരിപ്പിക്കണേ, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. ഇത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ക്യാൻസർ അല്ല എടുത്തു കളയും, നിങ്ങളുടെ ട്യൂമർ അല്ല എടുത്തു കളയും, നിങ്ങളുടെ മനോദുഃഖങ്ങൾ, മനപ്രയാസങ്ങള്, മാനസികമായ ശാരീരികമായ പൈശാചിക പ്രശ്നങ്ങൾ അല്ലാഹു എടുത്തു കളയുമെന്ന് നബിയുന ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആര് പറയുന്നു? ഒരു 10 പ്രാവശ്യം ഇരുന്ന് പറഞ്ഞൂടെ? വേദന എടുക്കും, എടീ ഹോ എന്തോരം നടുവേദന, ഞായില കോട്ടക്കല്ലിൽ നിന്ന് മരുന്ന് മേടിച്ച് കുടിച്ചിട്ടൊന്നും ഒരു ഗുണവും ഇല്ലടിയോ, എടുത്ത് വയ്ക്കുക, അവിടെ പോയി കിടന്ന ആ ഉഴിഞ്ഞ് ഒരു കുഴപ്പമില്ല. പിന്നെ അവരെന്താ പറഞ്ഞ ലൈബ്ര ഹുബ്ര അതും കഴിച്ചു, ഒരു കുഴപ്പമില്ല. ഇതൊക്കെ പറയും അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ. ഈ മരുന്ന്, ഈ ലേഹ്യം കഴിച്ചായിരുന്നോ? ഇല്ല ഉസ്താദെ, ആ ലേഹ്യം എവിടെയും കിട്ടിയില്ല ഉസ്താദെ, അത് കഴിച്ചില്ല ഉസ്താദെ. അത് കഴിച്ചില്ല അക്ക, മാറൂല അക്ക. ഈ ലേഹ്യം കഴിക്കണം, ഇലാഹി ലേഹ്യം, ഇലാഹി ലേഹ്യം കഴിക്കണം. ഇലാഹി ലേഹ്യം കഴിച്ചാൽ മാറും. ദിവസം തോറും ഒറ്റ ട്രിപ്പിൽ 5 സ്പൂൺ കഴിക്കണം. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. ചുമ്മാ പറ 10 പ്രാവശ്യം. അസുഖാണെന്ന് പറഞ്ഞ് നടക്കാതെ ഈ ശിക്കുവ ചെയ്യുന്നതിനേക്കാൾ ഇത് പറഞ്ഞാടാ, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ, അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ. മാറ്റി തരുന്ന റസൂലുള്ള പറഞ്ഞ വാക്കല്ലേ, അബൂബക്കറിന്റെ വാക്കുകൾ കേൾക്കണ്ട. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ വാക്ക്, റിസാലത്തിന്റെ നബുവത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞതാ വെള്ളിയാഴ്ച രാവ്, അത് യാഥാർത്ഥ്യമാണ്. പറഞ്ഞോണ്ട് നടക്ക്. അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈഅ. മാറും. نعتويك لشكر صدقا وفاك بكر علماء دیوبند علماء